ഹലോ ഗൈസ്, നട്ടുച്ചയ്ക്ക് കുളിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഗൈസ് ഞാൻ. അല്ലെങ്കിൽ ഈ ചോറ് തിന്നാറാകുമ്പോഴത്തേക്കും സ്നാക്സ് തിന്നുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട്. അടിപൊളി. ഇനി ഈ മുടി നൂത്തിട്ടപ്പോൾ ചോട്ടാ മുംബൈയിൽ അമ്മമ്മയുടെ അവസ്ഥയാണ്. ഈ മുടീനെ ഞാൻ ഇനി ഇങ്ങനെ ഒന്ന് നേരെയാക്കി എടുക്കും ദൈവമേ. ഇതിനി കൈപ്രയോഗമൊന്നും നടക്കില്ല, അതുകൊണ്ട് നമുക്ക് ചീപ്പിൻ്റെ ഹെൽപ്പ് എടുക്കാം. ഇനി ചീപ്പ് വെച്ചിങ്ങനെ ചികിച്ചിരി നേരെയാക്കാൻ നോക്കും. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. പേടിക്കണ്ട, പേടിപ്പിച്ചതല്ല. ഇനി നമ്മൾക്കിത് എങ്ങനെയെങ്കിലും നേരെയാക്കി ഒരു മനുഷ്യക്കോലത്തിലെത്തണം എന്നുള്ളതാണ് അടുത്ത ഉദ്ദേശം. അപ്പോൾ ഇതിപ്പം സെറ്റാവും, ഏറെക്കുറെ ഇതായി. ഇനിയിപ്പം കുളിക്കണം. എന്നെപ്പോലെ രണ്ടെണ്ണം മിക്സ് ചെയ്ത് തേക്കുന്ന ശീലം നിങ്ങൾക്ക് ആർക്കെല്ലാം ഉണ്ടോ? എനിക്കുണ്ട്. ഇനിയിപ്പം നമുക്ക് 2 കുപ്പിയൊക്കെ കൈ കിട്ടിയ സ്ഥിതിക്ക് കെമിസ്ട്രി ലാബാണെന്നൊക്കെയാണെന്ന് തോന്നുന്നു എൻ്റെ വിചാരം. നമുക്ക് നിങ്ങൾ തേച്ചിട്ട് പിടിപ്പിക്കുക. ഇനിയിപ്പം പ്രൊപ്പോഷനൊന്നും തെറ്റണ്ട. ഇനിയിപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് തലയിൽ തേച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഗൈസ്. ഇനി തലയിലേക്ക് എണ്ണയൊക്കെ നല്ല വൃത്തിക്ക് തേച്ച് പിടിപ്പിച്ചാലാണ് തലേൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ എത്തി മുടി വളരുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ മുടി വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാം. എവിടെ നിന്ന് ഒന്നും വളരുന്നില്ല, ഒരു രീതിക്കും വളരുന്നില്ല. ഉള്ളതൊക്കെ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതല്ലോ. പിന്നെ നമ്മൾ എണ്ണ തേക്കുമ്പോൾ വളരും എന്നുള്ളൊരു മാനസിക സമാധാനം, അത്രയും ഞാനിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ നല്ലപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഉള്ള മുടിയൊക്കെ വലിച്ച് പറിച്ചെടുത്തിട്ട് നമുക്ക് കളഞ്ഞിട്ട് അമ്മ ചീത്ത പറയാൻ വരുന്നതിന് മുമ്പ് വീണ എണ്ണ നമുക്ക് തുടച്ച് കളയാം. ഓക്കെ, നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് ആ എണ്ണ അതിൻ്റെ അകത്തോട്ടെ ഒന്ന് പിടിക്കാൻ വെച്ചിട്ട് നമുക്കടുത്ത പണിയുണ്ട് ഗൈസ്. അടുത്ത പണിയാണ് മെയിൻ പണി. എന്താണ് ഉച്ചയ്ക്കത്തെ മെയിൻ പണി? എന്താ? ഫുഡ് കഴിക്കാം. അപ്പം നമുക്ക് ഞം കഴിക്കാം. കമോൺ. ഇന്ന് കറി തോരൻ, മീൻ കറി, അടിപൊളി മാങ്ങയിട്ട് വെച്ച കറിയാണ് ഗൈസ്. പിന്നില്ലേ ഈ തൈര് വേറൊരു പാത്രത്തിലോട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കാൻ മടിയുള്ളവർ എന്നെപ്പോലെ ഇങ്ങനെ സ്വന്തം പാത്രത്തിൽ തൈരിടുക, അതിനകത്തേക്ക് തന്നെ ഉപ്പിടുക, കൈ വെച്ച് അവിടെ ഇട്ട് തന്നെ ഇളക്കുക, അവിടെ നിന്നിട്ട് തന്നെ ചോറിലേക്ക് എടുക്കുക, കുഴയ്ക്കുക, കഴിക്കുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചോറൊക്കെ ഒന്ന് തിന്ന് മുഴുവൻ കഴിക്കണം. എനിക്ക് ഈ ചോറ് ബാക്കി വെക്കുന്നത് അത്ര ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ഫുൾ കഴിക്കുന്നു. അടുത്ത മെയിൻ പരിപാടി എന്താണ്? കുളിക്കുക. അതിനെന്ത് വേണം? തുണി വേണം. തുണി കിട്ടി ഗൈസ്, തുണി കിട്ടി. ഈ കുളിച്ചു. ഇനി നമ്മളെന്ത് ചെയ്യണം? ലിപ് ബാം ഇടണം. കാരണം കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുണ്ട് എക്സ്ട്രീംലി ഡ്രൈ ആവും. ലിപ് ബാമൊക്കെ ഇട്ട് ഇനി ഞാൻ ഈ പശു നോക്കിയ കോലം ഒന്ന് മാറ്റട്ടെ ഗൈസ്. ഓക്കെ, ബൈ.